നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറെ പുളിമാങ്ങ കോരിയിട്ട് കഴുകിക്കൊണ്ടോ. ആശ്വാസം. ദാ പോയി ദേ വന്നു. മനോജ് പാവ, അവനെന്റെ ജീവനാ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ എങ്ങനെയും അവൻ എന്റെ വീട്ടില് അറിയിക്കുന്ന സ്ഥാനം നേടിക്കൊടുക്കണം. കൊടുത്തിരിക്കും. ദശരഥ മഹാരാജാവ് ശ്രീരാമനെ അയോധ്യയിലെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. അയോധ്യയിലെ പ്രജകൾ മുഴുവനും അതിന്റെ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു. ദശരഥന് ഭാര്യമാര് 3 ആയിരുന്നു. കൈകേയി, കൗസല്യ, സുമിത്ര. അതിൽ കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമൻ. ശ്രീരാമനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോ കൈകേയിയുടെ പുത്രനായ ഭരതൻ സ്ഥലത്തില്ല. കേകയ രാജ്യത്ത് പോയിരിക്കായിരുന്നു. അപ്പോഴാണ് കൈകേയിയുടെ തോഴിയായ ഒരു കിളവി മന്ദര കൈകേയെ സമീപിച്ചത്. ഈ മന്ദര ഭയങ്കരിയാ, മഹാനൊണച്ചി, കൂട്ടിയടി ഉണ്ടാക്കുന്നവളുമാ. അതായത് ഇവിടുത്തെ വസന്താന്റിനെ പോലെ അല്ലേ? അതെ, അത് തന്നെ. എന്നിട്ട് മന്ദര എന്താ ചെയ്തത്? മന്ദരയുടെ കുരുട്ട് ബുദ്ധി കൈകേയിൽ തിരികെ കയറ്റാൻ തുടങ്ങി. നിന്റെ മകൻ ഭരതൻ സ്ഥലത്തില്ലാത്തപ്പോ കൗസല്യയുടെ മകൻ ശ്രീരാമനെ രാജാവായി വാഴിക്കാമെന്ന് ദശരഥൻ തീരുമാനിച്ചത് ചതിയല്ലേ എന്നായി മന്ദര. കൈകേയിയുടെ മകനായ ഭരതനെ തന്നെ രാജാവായി വാഴിക്കണമെന്ന് മന്ദര പറഞ്ഞു. കൈകേയിക്ക് ശ്രീരാമനെന്ന് വെച്ച് ജീവന. സ്വന്തം മകനെ പോലെ ശ്രീരാമനെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവളാണ് കൈകേയി. മൂത്ത മകൻ ഭരതനല്ല ശ്രീരാമനാണെന്നും ശ്രീരാമൻ തന്നെയാണ് രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യതയെന്നും കൈകേയി വാദിച്ചു. മന്ദരയുണ്ടോ വിടുന്നു. മന്ദരയുടെ ഏഷണി പ്രയോഗം തുടങ്ങി. ശ്രീരാമൻ രാജാവായാൽ കൈകേയിക്കുണ്ടാവാൻ പോകുന്ന നഷ്ടങ്ങളും ഭരതൻ രാജാവായാൽ ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും പൊടിപ്പും തുങ്ങലും വെച്ച് മന്ദര വെച്ച് കാച്ചിക്കൊടുത്തു. ദുഷ്ടത്തി. എന്നിട്ട് പറവന്തനമ്മേ. മന്ദരയിലെ ആള് നട്ടൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് തിരികി ഒടുവിൽ മന്ദര കൈകേയിയെ പാട്ടിലാക്കി കളഞ്ഞു. ശ്രീരാമന് പകരം ഭരതനെ വാഴിക്കാമെന്നും ദശരഥന് സമ്മതിക്കേണ്ടി വന്നു. ശ്രീരാമൻ 14 വർഷം കൊടും കാട്ടിൽ പോയി താമസിക്കണമെന്ന ഡിമാൻഡും രാജാവിന് അംഗീകരിക്കേണ്ടി വന്നു. അതെന്താ ന്യായോ വന്ദനമ്മേ? രാമനെ രാജാവാക്കിയില്ലെങ്കിൽ വേണ്ട, ആ പാവത്തിനെ കാട്ടിയോടുന്നത് കഷ്ടല്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? ആ വാർത്തയറിഞ്ഞ് രാമന്റെ അമ്മ നെഞ്ചു തടിച്ച് നിലവിളിച്ചു. നാടു വാഴേണം ഭരതനെന്നാകിൽ നീ കാടു വാഴേണം എന്നുണ്ടോ വിധിമതം എന്ന് പറഞ്ഞാണ് കൗസല്യ പൊട്ടിക്കരഞ്ഞത്. അങ്ങനെ രാമൻ ഭാര്യ സീതയോടും അനുജൻ ലക്ഷ്മണനോടുമൊപ്പം കാട്ടിലേക്ക് പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.